ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 7-ാം അധ്യായത്തിൽ ഗിദെയോൻ മുഖാന്തരം ഇസ്രായേൽ ജനം യുദ്ധത്തിൽ ജയിക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവികമായ ശക്തി നേരിട്ട് അനുഭവിച്ചറിഞ്ഞവനുമായ ഗിദെയോൻ പോലും പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗിദെയോൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം യുദ്ധം ജയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഗിദെയോനെ രാജാവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഗിദെയോൻ പറയുന്നു, ഞാൻ രാജാവാകില്ല, എൻ്റെ മകനും നിങ്ങൾക്ക് രാജാവാകില്ല. വളരെ ആത്മീയമായ ഒരു അനുഭവമായി നമുക്കത് തോന്നും. എന്നാൽ അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഗിദെയോൻ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഓരോരുവനും എനിക്ക് ഓരോ പൊൻകടുക്കൻ നൽകണം. അത് ഇസ്രായേൽ ജനം മുഴുവൻ അത് നൽകുകയാണ്. അങ്ങനെ ലഭിച്ച 1700 ശെക്കേൽ, ഏകദേശം 20 കിലോ സ്വർണവും അതിൻ്റെ കൂടെ ധാരാളം മറ്റ് ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും എല്ലാം അദ്ദേഹം ശേഖരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് ഗിദെയോൻ ഇവിടെ ലക്ഷ്യപ്രഭുവായി മാറുന്നത് നമ്മൾ കാണുന്നു. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലും ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദൈവികമായ നാമത്തിൽ ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ശുശ്രൂഷ ആരംഭിക്കുകയും അതിനുശേഷം സ്തോത്രകാഴ്ചയും ആളുകളിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന സംഭാവനകൾ മുഖാന്തരം വളരെ വേഗം കോടീശ്വരന്മാരായി മാറുകയും ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം കർത്താവിൻ്റെ നാമം ധനസമ്പാദനത്തിനുള്ള മാർഗമായി അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഗിദെയോനും ദൈവത്താൽ വിളിക്കപ്പെട്ട നാളുകളിൽ അങ്ങനെ മനോഭാവമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ്റെ മനോഭാവത്തിന് മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ആ ലഭിച്ചതായ സ്വർണം കൊണ്ട് ഗിദെയോൻ ഒരു ഏഫോദ് ഉണ്ടാക്കുന്നു. പിന്നീട് ഇസ്രായേൽ ജനം ഒരു വിഗ്രഹം എന്ന രീതിയിലുള്ള ഏഫോദിനെ ആരാധിക്കുന്നതായിട്ട് അതിൻ്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് സമൂഹത്തിനും നമുക്ക് മാത്രമല്ല സമൂഹത്തിനും ദോഷകരമായ അനുഭവങ്ങളായി മാറുന്നുവെന്ന് നമുക്ക് ഇതൊരു വലിയ ഒരു തെളിവാണ്. അങ്ങനെ ഗിദെയോൻ ഒരു പിന്മാറ്റത്തിലേക്ക് മാറുന്നതായ ഒരു അനുഭവം ഗിദെയോൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു മനുഷ്യൻ്റെ ജീവിതം ആരംഭിച്ചത് വളരെ ദൈവാനുഭവത്തിലാണ്. എങ്ങനെ ആരംഭിക്കുന്നു എന്നതിനേക്കാൾ ജീവിതം എങ്ങനെ അവസാനിക്കുന്നു എന്നതിലാണ് കാര്യം. നമുക്കറിയാം, ഒരു ഓട്ട മത്സരത്തിൽ അതെങ്ങനെ ഓടാൻ ആരംഭിച്ചു എന്നതിനേക്കാൾ അവസാനത്തിലാണ് സമ്മാനം ലഭിക്കുക. ആരംഭം നന്നായി എന്നതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. അതിൻ്റെ അവസാനമാണ് സമ്മാനം ലഭിക്കാനുള്ള കാരണമുണ്ടാവുക. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, അതുകൊണ്ട് നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണല്ലോ. എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലോസ് ഓർമ്മപ്പെടുന്നു, പിതാക്കന്മാരെ, നിങ്ങളെ സത്യവിശ്വാസത്തിൽ വഴി നടത്തിയ പിതാക്കന്മാരുടെ ജീവിതം നിങ്ങൾക്ക് മാതൃകയാകട്ടെ. പിതാക്കന്മാർ ഒക്കെയും എങ്ങനെയാണ് ജീവിച്ചത്? കർത്താവിന് വേണ്ടി അവർക്കുള്ളതെല്ലാം വിട്ടുകളഞ്ഞുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. ലോകം, താത, സഹോദര, ജാതി, തറവാടെല്ലാം യേശുവിന് വേണ്ടി അവർ വേണ്ടെന്ന് വെച്ചു. ഇന്ന് അതേ കർത്താവിൻ്റെ നാമത്തിൽ ആധുനിക ക്രൈസ്തവൻ ഭൗതികമായതൊക്കെ സമ്പാദിച്ച് വലിയ ലക്ഷ്യപ്രഭുക്കളായി മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ആ പഴയ ആദിമകാല ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആ മനോഭാവത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നതാണ് യഥാർത്ഥമായ ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പോൾ ഗിദെയോനെ പോലെ അഭിഷേകം നഷ്ടപ്പെട്ട്
പല ആളുകളും അവൻ ആദ്യം ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ്, പിന്നീട് അഭിഷേകം നഷ്ടപ്പെടുകയാണ്. നമുക്ക് ലഭിച്ചതായ അഭിഷേകം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വിശ്വാസികളായാലും വിശ്വാസികൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായാലും ആരായിരുന്നാലും അത് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഗിദിയോനിൽ നിന്ന് നാം ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ദൈവത്തെയും മാമോനെയും ദ്രവ്യത്തെയും നിങ്ങൾക്ക് ഒരുപോലെ സേവിക്കാൻ സാധിക്കത്തില്ല. ഒരു യജമാനന് ഒരേ സമയത്ത് 2 യജമാനന്മാരെ സേവിപ്പാൻ സാധിക്കുകയില്ല. ദൈവത്തെയും ദ്രവ്യത്തെയും ഒരുപോലെ സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ദൈവികമായ സ്വാധീനം പോലെ തന്നെ മനുഷ്യനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ദ്രവ്യം അല്ലെങ്കിൽ സമ്പത്ത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കർത്താവ് വളരെയേറെ ഉപദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നൊക്കെ കർത്താവിൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണത്തിലൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നത് നമ്മൾ ഓർക്കുക, ആരുടെയും പൊന്നോ വെള്ളിയോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല, ആരുടെയും ആഹാരം വില കൊടുക്കാതെ ഭക്ഷിച്ചിട്ടില്ല, ഞാൻ ആരെയും ഞാൻ മുതലെടുത്തിട്ടില്ല എന്നർത്ഥം. അപ്പോസ്തലപ്രവൃത്തികൾ 20:33, 2 തെസ്സലോനിക്കർ 3:8, 2 കൊരിന്ത്യർ 7:2 ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായും സ്ലീഹന്മാരും മാതൃകയാവട്ടെ. ഒരിക്കലും ഗിദിയോൻ നമുക്ക് മാതൃകയാകാൻ പാടില്ല. ദൈവത്താൽ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണെങ്കിലും അവൻ്റെ അവസാനം അവൻ മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോകുന്നത് നമ്മൾ കാണുന്നു. നമുക്കങ്ങനെ സംഭവിക്കാതെ വിളിക്ക് യോഗ്യമായ രീതിയിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.